മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് ഡ്രൈ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റിലും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളിലും തിരക്കിലൊക്കെയാണ്. നമ്മുടെ നെവീൻ ആ സമയത്ത് അനുമോളോട് മാപ്പ് ചോദിക്കുകയാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചും ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നെവീൻ സാബുമാനോടും അഭിലാഷിനോടും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് നെവീൻ പറയുന്നത്, ഈ ആഴ്ച ഏതൊക്കെ മരപ്പാവകൾ പുറത്തു പോകുമെന്ന് എനിക്കൊന്ന് കാണണം, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, ആരൊക്കെ പുറത്തു പോകുമെന്ന് എനിക്കൊന്ന് കാണണമെന്നൊക്കെ. കാരണം ഈ വീക്കാണല്ലോ എനിക്ക് തോന്നുന്നു ആ ഹൗസിലുള്ള എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ക്യാപ്റ്റനായ നെവീനും വൈൽഡ് വന്ന 5 പേരും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീക്കിലെ എവിക്ഷനിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകും, ആരാണ് വീക്ക് പ്ലെയർ എന്ന്. കാരണം വോട്ട് സ്പ്ലിറ്റ് ആകാൻ യാതൊരു സാധ്യതയുമില്ല. എല്ലാവരും നോമിനേഷനിലുള്ള ഒരു വീക്കായിരുന്നു ഇത്. അതുകൊണ്ടാണ് നമ്മുടെ നെവീൻ അങ്ങനെ പറയുന്നത്, ഏതൊക്കെ മരപ്പാവകൾ ഔട്ടാകുമെന്ന് എനിക്കൊന്ന് കാണണം, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എന്തായാലും ഞാൻ ലാലേട്ടനോട് പരാതി പറയാനിരിക്കുകയാണ്. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് എക്സ്ക്യൂസ് മീ ലാലേട്ട എന്ന് ചോദിച്ച് എൻ്റെ പരാതികളെല്ലാം പറയും. എൻ്റെ ബ്ലാങ്കറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചതും ആട്ടിൻതോലിട്ട ചെന്നായി എന്ന് വിളിച്ചതും എല്ലാം ഞാൻ പറയും. ദേ അവിടെയും കിടക്കുന്നു 2-3 മരപ്പാവുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ അക്ബറിനെയും ടീമിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അനുമോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനുമോളോട് നെവിൻ പറയുന്നത്, ഐ ലവ് യു അനുമോൾ എന്നൊക്കെ പറഞ്ഞ് അനുമോളെ സോപ്പിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എനിക്ക് തെറ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു, എന്താണെന്ന് നോക്കണേ. കഴിഞ്ഞ ആഴ്ച അനുമോളെ പുറത്താക്കണമെന്ന് പറഞ്ഞിരുന്ന ഞാനാണ്, ഇപ്പോൾ അനുമോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സോറി അനുമോൾ എന്നൊക്കെ നെവീൻ പറയുന്നു. എന്നിട്ട് നെവീൻ പറഞ്ഞതാണ്, വൈകിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചും ഞാൻ അനുമോളോട് മാപ്പ് പറയും, നോക്കിക്കോ എന്നൊക്കെ. ഇതിനെന്തായാലും നമ്മുടെ അനുമോള് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, ഉത്തരമൊന്നും പറയുന്നില്ല. ഞാനിവിടെ ആരുടെയും മുഖം നോക്കാതെ പാർഷ്യാലിറ്റി കാണിക്കാത്ത ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവരൊക്കെ എൻ്റെ നേരെ തിരിഞ്ഞതെന്നാണ് നെവീൻ പറയുന്നത്. എന്തായാലും നെവീന് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.